ഏറെ സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. യേശു ശിഷ്യർക്ക് നൽകുന്ന ഉപദേശം എന്താണ്? അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. പിശാച് ബാധിച്ച തന്റെ മകനെ സുഖപ്പെടുത്താൻ ശിഷ്യർക്ക് കഴിയാതെ വന്നപ്പോൾ യേശുവിനെ സമീപിച്ച പിതാവ് ആ മകൻ സൗഖ്യം പ്രാപിച്ചു. ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, പിശാചിനെ കീഴ്പ്പെടുത്താൻ കഴിയും. യൂദത്തിന്റെ പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ മറ്റൊരു രംഗം, അസീറിയൻ സർവസൈന്യാധിപൻ ഹോളോഫർണസ് പട്ടാളത്തോടുകൂടി വന്നിട്ട് ഇസ്രായേൽക്കാരുടെ എല്ലാ അരുവികളും ചാനലുകളും ആക്രമിച്ച് കീഴടക്കി. ഉപരോധം ഏർപ്പെടുത്തി. ജലമില്ലാതെ ഇസ്രായേൽ ജനം വലഞ്ഞു. അവസാനം ആ പടയ്ക്ക് കീഴടങ്ങാമെന്ന തീരുമാനത്തിൽ വരെ അവരെത്തുക. ഈ സമയത്താണ് യൂദത്തിൽ ദൈവ ചൈതന്യം നിറയുന്നത്. അപ്പോൾ ഉപവാസം പ്രാർത്ഥനയും മുതലാക്കിക്കൊണ്ട് ശത്രുപാളയത്തിലേക്ക് കടന്നു ചെന്ന് തന്റെ ആ സൗന്ദര്യം കൊണ്ട് തന്നെ ഹോളോഫർണസിനെ വശീകരിച്ചു. അവസാനം ആ ശിരസ് വെട്ടി മുറിക്കുക. അങ്ങനെ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്ന, ഉപവാസ ശക്തി കൊണ്ട് രക്ഷിക്കുന്ന ഒരു ധീര വനിതയെ കാണുക. യോനായുടെ പ്രസംഗം കേട്ടപ്പോൾ ഉപവസിച്ച് പരിഹാരം ചെയ്തത് കൊണ്ടല്ലേ നിനവെ രക്ഷിക്കപ്പെട്ടത്. ഈ നോമ്പുകാലം പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും ഉപവാസത്തിന്റെയും കാലഘട്ടമായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം പിടിച്ചു വാങ്ങാൻ ഉപവാസത്തിന് കഴിയും. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.